അശാസ്ത്രീയമായ വാട്സാപ്പ് കൺസൾട്ടേഷൻ ഒഴിവാക്കുക. രോഗവിവരങ്ങളും രോഗനിർണയ ടെസ്റ്റ് ഫലങ്ങളും സ്കാനുകളും മറ്റും വാട്സാപ്പിലൂടെ പരിചയത്തിലുള്ള ഡോക്ടർമാർക്കും സുഹൃത്തുക്കൾക്കും അയച്ചുകൊടുത്ത് അഭിപ്രായം ആരായുന്ന രീതി വർദ്ധിച്ചുവരികയാണ്. രോഗിയെ കാണുകയോ ശരീരപരിശോധന നടത്തുകയോ ചെയ്യാതെ ടെസ്റ്റ് റിപ്പോർട്ടുകളുടെയും സ്കാൻ റിപ്പോർട്ടിന്റെയും മറ്റും അടിസ്ഥാനത്തിൽ വൈദ്യനിർദ്ദേശങ്ങൾ നൽകുന്നത് ഉചിതമല്ല. മാത്രമല്ല, ഇങ്ങനെ ലഭിക്കുന്ന വൈദ്യശാസ്ത്രപരമായി നീതീകരിക്കാനാവാത്ത അഭിപ്രായങ്ങൾ ചികിത്സിക്കുന്ന ഡോക്ടറുടേതിൽ നിന്നും വിഭിന്നമായാൽ രോഗികളിലും ബന്ധുക്കളിലും ആശയക്കുഴപ്പമുണ്ടാവുകയും ചികിത്സ വൈകുകയും ചെയ്യും. ചിലപ്പോഴൊക്കെ ചികിത്സിക്കുന്ന ഡോക്ടറുമായി സംഘർഷത്തിനും ഇത്തരം വാട്സാപ്പ് കൺസൾട്ടേഷൻ കാരണമാവുന്നുമുണ്ട്. സുഹൃത്തുക്കളെ മുഷിപ്പിക്കേണ്ടെന്ന് കരുതി വാട്സാപ്പിൽ കൂടി ലഭിക്കുന്ന വിവരം വെച്ച് അഭിപ്രായം പറയുന്നത് ഡോക്ടർമാരും ഒഴിവാക്കേണ്ടതാണ്. തങ്ങളുടെ ചികിത്സയിലുള്ള ഡോക്ടറുമായി രോഗികൾ ബന്ധപ്പെടുന്നതിൽ തെറ്റില്ല. രണ്ടാമതൊരു വൈദ്യപരിശോധന തേടാൻ സെക്കൻഡ് ഒപ്പീനിയൻ എല്ലാവർക്കും അവകാശമുണ്ട്. അത് പക്ഷേ വൈദ്യശാസ്ത്ര നിയമങ്ങൾക്കനുസരിച്ച് ചെയ്യേണ്ട ഗൗരവമായ കാര്യമാണ്. രോഗിയുമായും ചികിത്സാവിവരങ്ങളുമായി മറ്റൊരു ഡോക്ടറെ നേരിൽ സമീപിച്ച് വേണം രണ്ടാമതൊരു പരിശോധനക്കും ചികിത്സക്കും വിധേയരാവേണ്ടത്.